കുക്കി ഒന്ന് നിന്നെ. ആ എന്താ മിസു? പ്രത്യേകിച്ചൊന്നുമില്ലടാ. ഇന്നലെ നിന്റെ മുഖത്ത് നല്ല വാട്ട കണ്ടിരുന്നു. നീ കരഞ്ഞിരുന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയേ. ഒന്നുമില്ല മിസു, അത് എക്സാം ഒക്കെ അല്ലേ വരുന്നേ, പഠിക്കാനുണ്ട്. അതിന്റെ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചതിന്റെ ക്ഷീണമായിരിക്കും. നീ നല്ല പഠിക്കുന്നല്ലേ കുക്കി, പിന്നെ എന്തിനാ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നേ? ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യരുത് കേട്ടോ. അല്ല ജിമ്മി എവിടെ? അവനെ ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. ജിമ്മി എന്തിന്റെ വീട്ടിൽ പോയിക്കാ, ഞങ്ങളുടെ ഫ്രണ്ട് ഇല്ലേ, അവന്റെ വീട്ടിൽ പോയിട്ട് എന്തോ അസൈൻമെന്റ് എന്തോ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ നേരെ സ്കൂളിലേക്ക് വരും. ശരി, നേരെ വൈകണ്ട, എനിക്കും ഓഫീസിൽ പോകാനുള്ളതാ. ജിമ്മിയുടെ ടിഫിൻ ബോക്സ് ഞാൻ നിന്റെ വെച്ചിട്ടുണ്ട്, അവന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ശരി, ഓക്കെ ബൈ. മേഡം ജോയിൻ ചെയ്തിട്ട് 1 മാസമായില്ലേ? ഇപ്പഴാ ഞങ്ങളൊരു പാർട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. മേഡം വരില്ലേ? ഓ അതിനെന്താ, ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു മേഡം. എന്താടി നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? അത് വരുന്നില്ല മേഡം, നമ്മൾ ഏർപ്പാടാക്കി പാർട്ടിക്ക് വരാന്ന് പറഞ്ഞു. ഓ ഞാൻ വെരി ഹാപ്പിയാ. മോളെ അധികം ഹാപ്പിനെസ് വേണ്ട, മേഡത്തിന്റെ മാരേജ് കഴിഞ്ഞിട്ടുള്ളതാ. ജിസു ചുമ്മാ പറയാതെ, വെറുതെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നീ വെറുതെ പറഞ്ഞതല്ലേ, മേഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വെറുതെ പറഞ്ഞല്ല, നീ ഓരോന്ന് മനസ്സിൽ കൂട്ടിയിട്ട് പിന്നെ അവസാനം കരയേണ്ടാച്ചിട്ട് പറഞ്ഞു. വെറുതെ ഇപ്പോഴും മോഹിച്ചത്. നീ കരയാതെ, നിനക്കിതിനെ കണ്ട് ബെറ്റർ ആയത് കിട്ടും. നീ ഇത് വിട്ടേ. മാഡത്തിന്റെ ഫോണാണെങ്കിൽ ലോക്കാടി, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. മേഡം നന്നായി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. നീ എന്തായാലും വീട്ടിലേക്ക് പൊക്കോ, നിന്റെ വീട്ടിൽ നിന്ന് കോള് വന്നതല്ലേ. ഞാനിവിടെ ഇരുന്നോളാം മേഡത്തിൻ്റെ ഒപ്പം, എനിക്ക് വലിയ കുഴപ്പമില്ല. നീ രാവിലെ വരെ കാവലിരിക്കാനാണോ? മേഡത്തിന്റെ ആരെങ്കിലും നമ്പർ കിട്ടിയാലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ തന്നെ ഇരിക്കേ. ഇല്ലടാ, ഫോണിന്റെ പാസ്വേഡ് എങ്ങനെയും കണ്ടുപിടിക്കണം. മേഡത്തിനോട് ചോദിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം. നീ ഇനി ഇവിടെ നിന്ന് നേരെ വേവിക്കണ്ട, വീട്ടിൽ ചെന്ന വഴക്ക് കേൾക്കില്ലേ. ഓക്കെ ശരി എന്നാ, ബൈ. മേഡം ഫോണിന്റെ പാസ്വേഡ് എന്ന് പറയോ? മേഡം 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 ഇതിപ്പോ എന്തോ ചെയ്യാനാ ഞാൻ? എന്നെ വിളിച്ച് പറഞ്ഞു തന്നൊരു പാർട്ടി ഉണ്ടെന്ന്, പക്ഷെ അവിടെ നിന്ന് പോന്നോന്ന് അറിയില്ല. ഇത്ര നേരമായി, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. മിസ് വരട്ടെ, എന്നിട്ട് അവൾക്കുള്ളത് കൊടുക്കാം. അവളിവിടെ കിടന്ന് ആദ്യം പിടിച്ചോണ്ടിരിക്കുക, അവൾ അവിടെ കിടന്ന് സുഖിക്കായിരിക്കും. ചിലർക്കാണെങ്കിൽ അവളെ കുറിച്ചൊരു വിചാരം പോലും ഇല്ല. മിസ് ചെറിയ കുട്ടിയൊന്നല്ല, പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വരുമ്പോൾ നേരം വയ്ക്കുമായിരിക്കും. അതും പറഞ്ഞ് ഇങ്ങനെ ആദ്യം പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നെ കുറിച്ച് ജിമ്മിക്ക് അറിയാവുന്നതാണല്ലോ. ലിസുവിനെ കെട്ടിക്കൊണ്ടെന്ന് നിങ്ങളല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദി. നിങ്ങൾ അവളെ നോക്കേണ്ടത്. അവളെ നോക്കാതെ അവളുടെ അനിയന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ജിമ്മി, ഡോണ്ട് ഇന്റർഫിയർ മൈ ലൈഫ്. കുക്കിന്റെ ബ്രദറും കസിനൊക്കെ ആയിരിക്കും. അതും പറഞ്ഞ് എന്നെ നിന്ന് അവനെ എത്തി അകറ്റാമെന്ന് വിചാരിക്കണ്ട. അണ്ടർസ്റ്റാൻഡ്? അറിയാം നിങ്ങൾ. ജിമ്മി മിണ്ടാതിരിക്കടാ. ലിസ എന്താ പറയാത്തതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ. അവരിടയ്ക്ക് ഇവിടെ കിടന്നൊരു ബഹളം പ്രശ്നമൊന്നും വേണ്ട. കുക്കി ഡോണ്ട് വറി. എനിക്ക് ഇത്രയും വിഷമാവുന്നുണ്ടെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. നീ വേദനിക്കുന്ന കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവൾ ഏത് ക്ലബിലേക്ക് പോയിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പോകുന്ന വേണ്ടില്ലേ, നമ്മുടെ പെങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ള വിചാരമൊന്നുമില്ല. നീ പറഞ്ഞ സങ്കടങ്ങൾ കാണാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. നീ എന്താണെന്ന് എന്തായാലും ലീസ് വരട്ടെ. നീ വേറൊന്നും പറയാൻ നിൽക്കില്ല. എനിക്ക് അത് ടെൻഷനായിട്ട് വയ്യ. അപ്പോഴോ മേഡം എന്ത് പറ്റി? എന്താ വിഷമിച്ചിരിക്കുന്നേ? അയ്യോ മേഡം എന്തായി കാണിക്കുന്നേ? ഓ ക്യൂട്ടി പൈ, നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. എനിക്ക് ആരോടും എൻ്റെ പ്രശ്നം പറയാൻ പറ്റില്ല. ഐ ആം മാരീഡ്. ആളെന്നെ ഇഷ്ടപ്പെടുന്ന പോലുമില്ല. എന്നെ കാണാൻ ഇത്ര ഭംഗിയില്ലേ? ക്യൂട്ടി പൈ, നീ തന്നെ പറ, ഞാൻ ചീത്തയാണോ? ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത രീതിയിൽ? അയ്യോ നേരത്തെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ ആരാ പറഞ്ഞേ? മേഡം നല്ല ഭംഗിയല്ലേ, ക്യൂട്ടാണ് കാണാൻ. മേഡം എനിക്ക് മേഡത്തിന് ഒരുപാട് ഇഷ്ടമാണല്ലോ. പിന്നെ മേഡത്തിന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലെങ്കിൽ പോവാൻ പറ. അങ്ങനെയൊക്കെ നല്ലത് തിരിച്ചറിയാനുള്ള കഴിവില്ലായിരിക്കും.
മാഡം മാഡം സൂപ്പർ അല്ലേ? അങ്ങനെ പൊട്ടനായിരിക്കും. മാഡം കരയല്ലേ മാഡം. എക്സ്ക്യൂസ് മീ. യെസ് സാർ. എന്ത് വേണം? പാർട്ടിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ പൊട്ടൻ വൈഫിനെ കൊണ്ട് പൊക്കോട്ടെ. ആ, ആ, അല്ല സാർ, ഞാനത് മാഡം കരയുന്ന കണ്ടപ്പോ. സോറി സാർ. കൊണ്ടേക്കോളൂ. ശരി. എന്താ പ്രേമാണോ? നല്ലതൊക്കെ തന്നെയാ, പക്ഷേ ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ, താൻ ട്രൈ ചെയ്യേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. ഞാൻ അത് Hey, don't worry. I don't love him. You try with him. I will support you. I'm already now with someone. Okay, bye. ഐ ലവ് യു തേ സാരാംഗി. എൻ്റെ ബാഗ്. സാ, നമുക്ക് പോവാം. വാ. എനിക്ക് കുറച്ചേരം കൂടി. ലിസ, 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 ലിസ എഴുന്നേക്ക്. ലിസ, എനിക്കിനി ഇഷ്ടമല്ല. ഞാൻ ഇതെടുത്തോണ്ട് പോവാ. ലിസ, അതിന് കാട്, അത് കടക്കാർ. സോറി, ഇവിടെ വെച്ച് ഞാൻ. ഓ ലിസ, എന്താ പറ്റി ലീസ? വീട്ടിലെ ജിമ്മിങ് കുക്കിംഗ് കാത്തിരിക്കുവാ. You are my best friend. I love you. തലവേദനിച്ചിട്ട് വയ്യ. ഇന്നലെ എന്തൊക്കെയാ ഞാൻ കാട്ടിക്കൂട്ടിയത്. ഞാൻ എങ്ങനെ ഇനി തേടെ മുഖത്ത് നോക്കും? അയ്യോ. സാരമില്ല ലിസ, ഡ്രിങ്ക്സ് കഴിച്ചിട്ടല്ലേ, താനത് വെച്ച് ബോധറിങ് ആവണ്ട. പിന്നെ ഓഫീസിൽ എന്തായാലും തന്നെ കെയർ ചെയ്യാൻ ആളുണ്ട് കേട്ടോ. എന്താത്തേ? ഏയ് ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. തനിക്ക് വയ്യെങ്കിൽ ഇന്ന് താൻ ലീവ് എടുത്തോ. അല്ലതേ, കുറച്ച് വർക്കുണ്ട്. അതല്ലേ, ഞാൻ നോക്കിക്കോളാം. കൊക്കീനെയും ജിമ്മീനെയും കാണുന്നില്ലല്ലോ. അവർ പോയി, ഒരു ക്ലാസ് ഉള്ളതല്ലേ. പിന്നെ താൻ റെസ്റ്റ് എടുക്ക്, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ജിമ്മിനീടെ എന്തായിരുന്നു എഴുതുന്നേ? സാറി വരാണ് സമയമായി ക്ലാസ്സിലേക്ക്. ഇപ്പോഴാണ് നിന്റെ ഹോംവർക്കൊക്കെ നീ തീർക്കാൻ നോക്കുന്നേ. കൊക്കി, അവൻ ഹോംവർക്ക് അല്ലായിരുന്നു എഴുതുന്നത്, പ്രോജക്റ്റ് വർക്കാ. അവൻ ഹോംവർക്കിന് പുസ്തകം തന്നെ തൊട്ട് നോക്കിയിട്ടില്ല. നിനക്ക് എന്നും സാറിന് ചീത്ത അടിയും കിട്ടിയാലേ സമാധാനമാവുന്നുള്ളൂ ജിമ്മി. നിനക്ക് രണ്ടുപേർക്കും എന്തോടാ? ഇപ്പൊ വരുന്ന പുതിയ സാറല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുക്കാൻ പോലില്ല, പരിചയപ്പെടും, അത്ര തന്നെ. അതല്ലാതെ ഞാൻ ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്തില്ലെങ്കിലേ ആ കടുവ സാർ എന്നെ പിടിച്ച് പുറത്ത് നിർത്തും. ഇപ്പത്തെ ചൂടൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? എൻ്റെ ഈ ബ്യൂട്ടിഫുൾ ഫേസ് കറുത്തു പോകും. പെൺപിള്ളേർ നോക്കില്ല തന്നെ. ഞാനിതൊന്ന് ചെയ്യട്ടെ, മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടും. ജിമ്മി സാറാണ് തോന്നുടാ. നോക്കടാ ജിമ്മി. ഹായ് എവരിബഡി, ഐ എം ഷുഗ. ഐ എം യുവർ ന്യൂ ഇംഗ്ലീഷ് സാർ. എവിടെ കേട്ടു മറന്ന ശക്തിയാണ്. നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സാർ, സാറ് പരിചയപ്പെടുന്നില്ലേ? ഞങ്ങളുടെയൊക്കെ പേരറിയണ്ടേ സാറിന്? എനിക്ക് നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അറിയാം. ഐഡന്റിഫൈ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് നാളെ എനിക്ക് പ്രസന്റ് വിളിക്കുമ്പോൾ തീർന്നു കിട്ടും. അതും പറഞ്ഞ് ഈ ടൈം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാം അല്ലേ വരാൻ പോകുന്നത്. പിന്നെ ഗണേഷ് സാറ് പഠിപ്പിച്ച എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആളൊരു ഹോംവർക്ക് എന്നല്ലേ തന്നിട്ടില്ലേ, അതെനിക്ക് എല്ലാവരും കാണിച്ചു തരും ചെയ്തത്. ഹോംവർക്ക് എന്നാണ് പറഞ്ഞത്. സാറില്ല ജിമ്മി, പോട്ടെ. എന്തായാലും നിനക്ക് വിധിച്ചത് നിനക്ക് കിട്ടും. ആ, എന്നും തല്ലുകൊണ്ട് പഠിക്കാനാ നിന്റെ യോഗം. എന്തോന്നടി, എന്ത് രീതിയിലും ഹോംവർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലും ചെയ്തിട്ടുണ്ടല്ലോ, നല്ല നല്ലത്. ഒരുവിധം എല്ലാവരുടെയും ഹോംവർക്ക് ഞാൻ കണ്ടിരുന്നു. കുറേയൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്തല്ലോ, വെൽ ഡൺ. ബട്ട് ജിമ്മി, അതാരാണ്? ആളുടെ ബുക്ക് എതിരായിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, അത് ഞാനല്ലേ. ഇങ്ങനെ എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മിണ്ടാതെ എണീറ്റ് പോണം. ചെല്ലു നീയാണ്. ജിമ്മി, വേർ ഈസ് ഹി? ആളിന് ആബ്സെന്റ് അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എവിടെയാണ്? ഓടാ, സാറ് പിടിക്കുന്നെടുത്തുണ്ടോ? സാർ, ഞാനാ. ഓ, ഇത്ര ടൈം വേണം അവിടെ നിന്ന് എണീക്കാൻ? എന്റെ പാസ്വേഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നോ?
ഹോംവർക്ക് ഒന്നും കണ്ടില്ലല്ലോ തൻ്റെ. സോറി സാർ, എനിക്ക് ചുമയും പനിയൊക്കെയായിരുന്നു. വയ്യാത്ത കാരണം ചെയ്യാതിരുന്നതാ. ക്ലാസ് അവോയ്ഡ് ചെയ്യണ്ടാച്ചിട്ട് വന്നതാ സാർ. ഈ പഠിത്തത്തിന് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്ന കുട്ടികളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ജിമ്മി, ഇത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും ഒരു സബ്ജക്റ്റിൽ പോലും മര്യാദയ്ക്ക് മാർക്ക് എടുത്ത് താൻ പാസ്സായിട്ടില്ലല്ലോ. തൻ്റെ നാടകം എൻ്റെ മുന്നിൽ വേണ്ട. നിങ്ങൾ ഓരോരുത്തരും ഡീറ്റെയിൽ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? തന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൊന്നും വിചാരിക്കണ്ട. ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് തന്നെ ഈ ഹോംവർക്ക് താൻ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഞാൻ ഇന്ന് എടുക്കുന്നത് എന്തൊക്കെയാണോ അതും കംപ്ലീറ്റ് ചെയ്തിട്ട് താൻ ഇവിടുന്ന് കോളേജിൽ നിന്ന് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഹോംവർക്കും ഇന്ന് ഞാൻ എടുക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഒരു 1000 ടൈം താൻ റിപ്പീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് കാണിച്ചിട്ട് താൻ ഇവിടുന്ന് പോകൂ. മനസ്സിലായല്ലോ മിസ്റ്റർ ജിമിൻ? ജിമിനെ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വാണിംഗാണിത്. സാർ ഒന്ന് കുറച്ച് തരുമോ? ഒന്നിട്ട് ഒരു പൂജ ഇട്ടാൽ തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒന്നിട്ട് 3 പൂജ സാർ. സാർ പ്ലീസ് സാർ. പറ്റില്ല, 1000 ടൈംസ് തന്നെ ചെയ്തിരിക്കണം. ഹലോ ജിമ്മി, ജിമ്മിയുടെ ഡാഡിക്ക് മുട്ടക്കച്ചവടോ? അയ്യോ അല്ല സാർ, ഡാഡി ഫാമിലി ബിസിനസ് നടത്താ. എന്താ സാർ ചോദിച്ചേ? അല്ല ജിമ്മി, ജിമ്മി ഇവിടുന്ന് കൊണ്ടുവന്ന മുട്ടയൊക്കെ ഡാഡ കൊണ്ട് ബിസിനസ് നടത്തുകയാണെന്ന് അറിയില്ലല്ലോ. അത്ര അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. താൻ ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. താങ്കളെന്താ ഇവിടുന്ന് കോപ്പറേറ്റ് കാണിച്ചിരിക്കുന്നത്? പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. നിങ്ങളാരും ബുക്ക് എടുക്ക്. പാവം എൻ്റെ ജിമ്മി, എനിക്ക് വയ്യ. എന്നും ഇങ്ങനെ പണി മേടിക്കാനുള്ള യോഗം. നീ ഉണ്ടാതിരിക്കും. ഞാനേരെന്നും കേട്ടാൽ നമുക്ക് പണി കിട്ടും. അല്ല, ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളടാ. സൈലൻസ് പ്ലീസ്. ഞാൻ പറയുന്നതിലേക്ക് ശ്രദ്ധിക്കെല്ലാരും. സാർ, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? താൻ പേടിക്കാതിരിക്കടോ. ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല മിസ്റ്റർ ജെനി. ലിസ മേഡത്തിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ വളഞ്ഞൊന്നും മൂക്ക് പിടിക്കുന്നില്ല. സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കാം. ഡു യു ലൈക്ക് യുവർ ലിസ? സാർ, ഐ എം സോറി. സത്യമായിട്ടും ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് സാർ അതും വെച്ചാണോ? തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞില്ലേ? ഞാനും ഒരു ആൺകുട്ടിയെ തന്നെ ഇഷ്ടപ്പെടുന്നത്, അതും ലിസയുടെ ബ്രദറിനെയാ. വാട്ട്? സാർ മേഡത്തിനെ ചതിക്കാണോ? ഇത് തെറ്റല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? ജെനി റിലാക്സ്. ലിസയോട് ഞാൻ ആരെയും ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അവൾ ഇഷ്ടമല്ലെന്നും ഇത് വീട്ടുകാർ മുഖേന നടന്ന വിവാഹമാണെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളൂ. പിന്നെ തനിക്ക് ഇഷ്ടമാണെങ്കിൽ തൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. ലിസയ്ക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് താനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവളെ ചതിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതിലൂടെ എനിക്ക് എൻ്റെ സ്വാർത്ഥതയും കൂടി ഉണ്ട്. കാരണം എൻ്റെ ലവ് എനിക്ക് നേടിയെടുക്കാം ലിസ സേഫ് ആയി കഴിഞ്ഞാൽ. സാർ, എനിക്ക് മേഡത്തിന് ഇഷ്ടമാണ്. പക്ഷെ മേഡം എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഷീസ് റിയലി ലവ്സ് യു. സാറല്ലാതെ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി.